ഒരു സംവിധാനമാണ് ഇപ്പൊ ഇങ്ങനത്തെ ആപ്പുകളൊക്കെ. കുറെ ആപ്പുണ്ട്. എന്താ ആപ്പിന്റെ പേരെന്താണ്? അത് ഒരാപ്പിന്റെ പേര് എന്താ കുമ്പിളാപ്പ്. കുമ്പിളാപ്പ്. ഈ ആപ്പ് ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടീനോട് താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ചാറ്റ് ചെയ്ത് ചോദിക്കാം, ഇതാ ഇന്ന ആളാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആളെ ഇനിയിപ്പോ പേര് പറയണമെന്നൊന്നുമില്ല, ആളെയും പറയണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാ പറയാ. അവർക്കും അതേമാതിരിക്കൊരു താല്പര്യം ഇങ്ങോട്ടുണ്ട് എന്ന് വിചാരിക്കും. അവരപ്പ കണക്ഷൻ തരും. അപ്പൊ കണക്റ്റായി. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്ത് പ്രണയിക്കണമെങ്കിൽ പ്രണയിക്കുക, ഫ്രണ്ട്സ് ആവണമെങ്കിൽ ഫ്രണ്ട്സ് ആവാ, കല്യാണം കഴിക്കുക. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ഭാര്യയും കുട്ടിയായിട്ടൊക്കെ കഴിയണ ആളല്ലേ, വെറുതെ കുടുംബം നാശാവൂ. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ള ബോറടി മാറ്റാനാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഞാനും. അപ്പൊ അങ്ങനെ ഒരാളുടെ കീഴിൽ തന്നെ അങ്ങനെ അടിമേനെ പോലെ ജീവിച്ചിട്ട് ജീവിതം കളയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല. മടുപ്പുണ്ടെങ്കിൽ ഇതങ്ങാട്ട് പിടിച്ചിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. അതാ ഞാൻ പറഞ്ഞത്. സ്നേഹം പറഞ്ഞത് കെട്ടിയിടരുത് കുട്ടികളെ, കെട്ടി നിർത്തരുത്. ഇല്ല അത് ഡാം പൊട്ടണമാതിരി അങ്ങോട്ട് പരന്ന് പോട്ടെ അങ്ങോട്ട് പോണോർത്തിക്കൊക്കെ. അതെ ശീതള, എനിക്ക് ഈ സംഗതി ഒന്നും അറിയില്ല, അതൊക്കെ ഒന്ന് പറഞ്ഞു തരണം. എല്ലാ പരിപാടിയും എൻ്റെ ഉണ്ട്, നാം വേണി ചെയ്ത് തരാം. നമ്മുടെ ഇഷ്ടം പോലെയാണ്. എനിക്കും വേണം ഒരു കുമ്പളപ്പം. എല്ലാവരും എന്നാ ശരിയാക്കി തരാം. അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. ചെയ്ത് കൊടുക്കട്ടെ. ഇതാണ് കുമ്പളാപ്പ്. ഇത് കണ്ട, ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ദാ നോക്കി, ഇതിൽ ഇഷ്ടംപോലെ തരുണി മണികൾ ഇങ്ങനെ നരന്ന് കെടുക്കുകയാണ്. എവിടേക്കോ വടക്കത്തെ പാറ്റ വരണ മാതിരി എന്താണ് പറഞ്ഞുതരാം, എല്ലാവർക്കും പറഞ്ഞുതരാം. ഞാന് നോക്കി, ഇതിൽ ഇഷ്ടം പോലെ തരുണി മണികളുണ്ട്. നോക്കി, ഇതില് നമുക്ക് താല്പര്യമുള്ള ഏത് കുട്ടികൾക്കും റിക്വസ്റ്റ് അയക്കാം നമുക്ക്. റിക്വസ്റ്റ് അയച്ചിട്ട് തിരിച്ച് അവരാരെങ്കിലും ഇങ്ങോട്ട് റിക്വസ്റ്റ് അയച്ചാ നമ്മൾ തമ്മിൽ മാച്ചായി. പിന്നെ അതിന് നിനക്ക് കിട്ടി. മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ താല്പര്യം പോലെയാണ്, നമ്മുടെ തന്ത്രം പോലെയാണ് കാര്യങ്ങൾ. അതിനനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, മുറ്റത്തുണ്ട്. മിറ്റത്തുണ്ട്. നീ കട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. ഒരു കാലത്തും ഇതിനൊന്നും ശരിയാവില്ല. എനിക്ക് നിന്നോട് ഭയങ്കര പ്രതിഷേധമുണ്ട്. അതെന്താണ്? ഇത്രയും സംഗതികൾ അറിഞ്ഞിട്ട് പിന്നെ അത് എന്നോട് പറയാത്തത്? അത് എന്റെ കോമേ, നിനക്ക് ഈ താല്പര്യങ്ങളുണ്ടോന്ന് എനിക്കറിയോ. താല്പര്യമില്ലാതെ നീ സൂതാട്ടന്റെ കൂടെ അങ്ങനെ നടക്കണ കാണുമ്പോ നാ വിചാരിച്ച നീ വലിയ മാന്യനാവുന്നു. ഇതിന് അങ്ങനെ വലിയ മാന്യന്മാർക്ക് പഠന പണിയല്ല. ഇതിനൊക്കെ കുറച്ചൊരു സോഷ്യൽ മെന്റാലിറ്റി വേണം നമുക്ക്. എല്ലാവരെയും സ്നേഹിക്കണം. എന്താ വലിയ തത്വം ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതേമാതിരി നരകിച്ച് ജീവിക്കുള്ളൂ. നിനക്കുണ്ടോ കുറെ? ഏത് കാലത്ത് തുടങ്ങി ഈ പറഞ്ഞത്? എന്താ അതിന് കുഴപ്പം? നാം പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടമുള്ളവനൊക്കെ സ്നേഹിക്കാം. നമുക്ക് അത് ഒരു കാര്യം പറയട്ടെ, നമുക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവളോട് സ്നേഹം കൂടുള്ളൂ നമുക്ക്. എന്താ അറിയോ, അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും ഒരു ഉടായ്പ് കാണിച്ച അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭാര്യയാണ് നല്ലത്. അത് നമ്മുടെ ഭാര്യനെ തിരിച്ചറിയാനും കൂടി നല്ലതാണത്. അത് നമ്മുടെ വിവരം കേട്ട ഭാര്യമാർക്ക് അറിയില്ല എന്ന് മാത്രം പറയാൻ നിൽക്കരുത് കേട്ടോ. എനിക്കിത് വേണം. ശരിയാക്കി തരാ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. മനസ്സിലായില്ലേ? ഈ ആപ്പിലൊക്കെ കേറിയിട്ട് കാര്യങ്ങൾ അങ്ങനെ നടത്താ ഹാപ്പിയാവാ. ഇത് ഡൗൺലോഡ് ചെയ്ത് തന്ന് ശരിയാക്കി തന്ന പിന്നെ അതാ നോക്ക്. പിന്നെ നിന്റെ ഈ അവിഞ്ഞ മോന്തി കൊണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. ഏത് സമയം സന്തോഷമായിട്ടിരിക്കണം. ഉറപ്പായിട്ടും. മനസ്സിലായല്ലോ? എന്റെ മാറ്റി ഇങ്ങനെ ത്രില്ലടിച്ച് ജീവിക്കുക. ഓക്കെ.
സത്യേട്ടാ സത്യേട്ടാ കുറെ നേരമായിട്ട് സത്യേട്ടാ എന്താണ് എന്താണ് എന്നാ പിന്നെ അവിടെ പോയി കളിച്ചോടെ ആ എന്നാ പൊക്കോ കീടനാശിനി കളയാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങനത്തെ കെമിക്കലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പുകല വെള്ളമില്ലേ, സോപ്പിൽ കലക്കിയിട്ട് പുകല വെള്ളം അങ്ങനെ ഒരു മിശ്രിതം ആക്കിയിട്ട് അത് തെളിച്ചാ മതി. ഇതാര് കലക്കും പുകയില വെള്ളം? അല്ല ഞാൻ പറഞ്ഞാണ്, നീ ആര് കലക്ക. ആ ഒരു മിനിറ്റ്. ആ സത്യ ആ പറയ്. ആ ഒരു മിനിറ്റ്. ആ എന്താണ്? അല്ല സംസാരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണോ? ആ പറഞ്ഞോ കുഴപ്പമില്ല. ആ ഒന്നുമില്ല, ഞാനേ നീ നേരത്തെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള മറ്റേ കുമ്പിൾ ആപ്പുണ്ടല്ലോ. ആ ഉണ്ട്. അതെ, അതിനകത്ത് ഞാൻ കുറെ പ്രൊഫൈലുകൾ ഇങ്ങനെ മാറി മാറി നോക്കി. അപ്പോ അത് ഒന്നും അങ്ങോട്ട് വേണ്ട രീതിയിൽ മാച്ചായി വരുന്നില്ലല്ലോ. അതിപ്പോ അങ്ങോട്ട് വിചാരിച്ച മാതിരി അങ്ങോട്ട് പെട്ടെന്നൊന്നും ശരിയാവില്ല. നമ്മള് ട്രൈ ചെയ്തോണ്ടിരിക്കലാണ് വേണ്ടത്. ആ അല്ല എന്നാലും കുറെ കൂടുതൽ നോക്കി, പക്ഷെ കിട്ടണില്ല ഒന്നും. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ പെണ്ണാലോചിച്ച് പോവാന്നല്ലോ ഇന്ന പെണ്ണിനെ കട്ടാന്ന് പറഞ്ഞിട്ട്. അതാണ് അപ്പൊ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മൾ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക, വേറെ ഒന്നുമില്ല. അതെ ഞാനിപ്പോ സത്യം പറഞ്ഞാണ്ടല്ലോ, വേറെ ഒന്നിനും ഒഴിവില്ല. ഇപ്പൊ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്, പത്രം പോലും വായിക്കണില്ലാന്ന്. എന്തിനാ പത്രം വായിക്കണത്? നേരം പോകില്ലേ ഇപ്പൊ? ഒരു പ്രതീക്ഷല്ലേ എങ്ങനെ? അതാണ്, അത് തന്നെ ഒരു നേരം പോക്കാണ്. അപ്പൊ എപ്പോഴാ അതൊക്കെ വന്ന് കേറുകയെന്ന് പറയാൻ പറ്റില്ല. കിട്ടിയാൽ അതൊരു ലെക്ക് തന്നെയാണ്. ഓ ആയിക്കോട്ടെ. ആ ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. ശരി ഇപ്പൊ ചെയ്യണമാതിരി തന്നെ ചെയ്തോണ്ടിരിക്കുന്നോ? ഓ ആയിക്കോട്ടെ. ശരി ഓക്കെ. ആരാ ചെയ്തല്ലേട്ടാ? അതാ സത്യേട്ടനാണ്. സത്യേട്ടനാ? ഓ എന്താ പറയണേ? ഇപ്പൊ മെഡിക്കൽ ഷോപ്പിലുള്ള ജോലിയൊന്നും പോരാ, മൂപ്പർക്ക് വേറൊരു ജോലി വേണമെന്ന് പറയാ. അപ്പോ അത് പെട്ടെന്നൊന്നും ശരിയാവില്ലോ എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ട്രൈ ചെയ്തോണ്ടായിരിക്കും. എപ്പോഴാ ഭാഗ്യം വന്ന് തുണക്കണെന്ന് അറിയില്ലോ. അത് പറയായിരുന്നു ഞാനേ. ഓരോരുത്തരെ ഭാഗ്യം പോലെ ഇരിക്കും ഒക്കെ. ശരിയാവല്ലേ അത്ര.